വ്യാണിപ്പിച്ച് കളഞ്ഞല്ല. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ താളം പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലേ? ഇല്ല, വിളിച്ചത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് കോൾ യു ശരിയായില്ല. ഐ ഡിഡ് കോൾ യു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു എന്നാണ്. ഐ ഹാവ് കോൾ യു. ഐ ഹാവ് കോൾഡ് യു. ഐ ഹാവ് കോൾഡ് യു. ഞാൻ വിളിച്ചിട്ടുണ്ടായി. ഐ ഹാഡ് കോൾഡ് യു. ഐ ഹാഡ് കോൾഡ് യു. ഇപ്പൊ ശരിയായി. ഇപ്പോഴും ശരിയായത്. കൊറേ മരിച്ചല്ല മറിച്ചും തിരിച്ചും കൊണ്ടുവന്നപ്പോ ശരിയായി. ഐ ഹാഡ് കോൾഡ് യു. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഐ വിൽ കോൾ യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിക്കും. അതുമല്ല ഐ വാസ് കോൾ യു. ഒരു ഗ്രാമർ ഇല്ലാത്ത സാധനം. വേണ്ടത് വാക്കല്ല. അപ്പോ ഐ ഹാവ് കോൾ യു അല്ല, ഐ ഹാവ് കോൾഡ്. വിളിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഐ ഹാവ് കോൾ യു, അതിലും ഗ്രാമർ ഇല്ല. ഐ ഹാഡ് കോൾ യു. ഐ ഹാഡ് കോൾഡ് യു. ഐ ഹാഡ് കോൾഡ് യു. ഇനി ഇതിന്റെ V3 ഉം V4 ഒക്കെ പറയണോ? അല്ല, ഐ ഹാഡ് കോൾഡ് ആയപ്പോ V3 അല്ലേ? കോൾഡ്. ഐ ഹാഡ് കോൾഡ് യു. യെസ്, ഐ ഹാഡ് കോൾഡ് യു. യെസ്. അപ്പൊ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. ഐ ഹാവ് കോൾഡ് യു. നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട് അല്ലേ? ഐ ഹാവ് കോൾഡ്, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഐ ഹാഡ് കോൾഡ് യു, വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാനാണ് ഞാൻ ഇത്രയും പാടുപെട്ടത്. അപ്പൊ ഐ ഹാഡ് കോൾഡ് യു. ബട്ട് നോട്ട് അറ്റൻഡഡ് യു. ബട്ട് യു ഹാവ് നോട്ട് അറ്റൻഡഡ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. യു ഹാവ് നോട്ട് അറ്റൻഡഡ്. യെസ്, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ യു ഹാവ് നോട്ട് അറ്റൻഡഡ്. ഐ ഹാഡ് കോൾഡ് യു. ബട്ട് യു ഹാവ് നോട്ട് attended the call. Yes, attended the What call. is the reason? I have kept my mobile in silence. അതായിരുന്നു കാര്യം. I have kept my mobile. Kept എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കീപ്പിന്റെ kept അതിന്റെ മൂന്നാമത്തെ കീപ്പിന്റെ V3 ആണ് kept. അപ്പൊ ഹാവ് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? ഹാവ് പറഞ്ഞുകൊണ്ട് V3 ഉപയോഗിച്ചു. സൈലന്റ് ആയിട്ടുണ്ട് അല്ലേ? അല്ല, ഐ ഹാവ് കെപ്റ്റ് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ടുണ്ടെന്നല്ലേ? അല്ല, ഞാൻ അത് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. എന്റെ മൊബൈല് സൈലന്റ് ആയിട്ട് സൂക്ഷിച്ചിരുന്നു. അതാണല്ലേ ഐ ഹാവ് കെപ്റ്റ് അല്ലേ? സൈലന്റ് മൈ മൊബൈൽ. ഐ ഹാവ് കെപ്റ്റ് മൈ മൊബൈൽ സൈലന്റ്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കണത്? എനിക്ക് നിക്കണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അല്ലാതെ എന്ത് പറയാനാ. ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇരുന്നത്? നല്ല കാറ്റുള്ളത് കൊണ്ടാണ് ഇരുന്നത്. അപ്പൊ കാറ്റുള്ളപ്പോ ഇരിക്കണമെന്നാണ് കാരണന്മാര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഒരു വലിയ ഷിപ്പ് അല്ലത്, പിന്നെന്താ? ജങ്കാർ പോലത്തെ സാധനം. ഈ ജങ്കാറും ഷിപ്പും വെസലും തമ്മിൽ എന്താ വ്യത്യാസം? അതറിയാൻ പാടില്ലേ? എനിക്കറിയില്ല. ഇത് റോറോ എന്ന് കേട്ടിട്ടുണ്ടോ? ആ റോറോയാണ് പോണത്. റോറോ എന്ന് പറഞ്ഞാൽ രണ്ടു വശത്തു നിന്നും വണ്ടികൾ അങ്ങാടും ഇങ്ങാടും ഒക്കെ കയറ്റി കൊണ്ടുപോവാ. ഒരു വശത്ത് കയറ്റി മറ്റേ സൈഡിൽ കൂടി ഇറക്കി പോവാ. തിരിച്ചു വിടണമെന്നൊന്നുമില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വൈപ്പിൻ ഇതിന്റെ ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ്. Okay, Latif, nowadays I have noticed one thing, that whenever you meet me, you are speaking only in Malayalam. Yes. You show interest to speak in Malayalam. That is my fault. Wow, okay. So try to speak in English. Oh, yes. So do you have any hesitation to sit here and speak English? No hesitation. No hesitation. No hesitation. I am every time speaking English. I can interest every time speak in English. Okay. What about you? What? Actually, I want to take a tea now because I feel thirst. Thirst mean? Thirst means daham. Thirst. അപ്പൊ ആത്മാവിന്റെ ദാഹം എന്ന് അങ്ങനെ പറയും. Thirst of my soul. Do you know the spelling of thirst? Thirst എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. THIRST. Thirst.
You are great. You said the spelling properly. THIRST. Thirst. I feel thirst. എനിക്ക് ദാഹമുണ്ട്. വെരി ഗുഡ്. വെരി ഗുഡ്, വെരി 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 ഗുഡ്. വെരി ഗുഡ്. Thirst. ഞാൻ ഇപ്പൊ നിങ്ങളെ അന്വേഷിച്ചൊന്നും വേറൊന്നിനുമല്ല. ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാ. പറഞ്ഞോ. ഞാൻ എൻ്റെ മൊബൈൽ എടുക്കട്ടെ. മൊബൈൽ ചെറിയൊരു സംശയം എഴുതിയിട്ടുണ്ടാവും, അത് ഞാൻ ചോദിക്കട്ടെ. What is the name of this plant? ഹെലിക്കോണിയ പ്ലാന്റ്. Helicopter. What is this? ഹെലിക്കോണിയ. Heliconia. Oh, you are a planter. You are a gardener. യെസ്,